ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഇത് ഹോണ്ട ഡിയോ വണ്ടിയുടെ എഞ്ചിൻ വർക്കിൻ്റെ ഒരു വീഡിയോ ഉണ്ടോ. നിലവിൽ നമുക്ക് അതിൻ്റെ ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ചേർന്നൊരവസ്ഥയിൽ വന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ എഞ്ചിൻ വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ വർക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ അടക്കമുള്ള ഭാഗവും അതേപോലെ തന്നെ ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ ഗിയർ ട്രാൻസ്മിഷൻ്റെ ഭാഗം കൂടി നമ്മൾ ക്ലിയർ ചെയ്യണുണ്ട് കേട്ടോ. ക്ലച്ച് സൈഡ് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ ക്ലച്ച് സൈഡൊക്കെ അങ്ങനെ തന്നെ. ബാക്കിയത്തെ 2 പോർഷനും നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അത് ഗിയർ സെക്ഷനും ഫയറിങ് സെക്ഷനും. അപ്പോൾ നമുക്ക് അതിനകത്ത് മാറ്റേണ്ടി വരുന്ന പാർട്സുകളൊന്ന് ക്രാങ്ക് ഷാഫ്റ്റാണ്. ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ അസംബ്ലി പടിയാണ് മാറ്റിയിടുന്നത് കേട്ടോ. 4116 രൂപയാണ് നമുക്ക് അതിൻ്റെ റേറ്റ് വരാം. സിലിണ്ടർ കിറ്റ് വരുമ്പോഴത്തേക്കും സിലിണ്ടർ പിസ്റ്റൺ അടക്കം വരുന്ന കിറ്റാണത്. അതിന് 3379 രൂപയുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ വാൽവ് വരും, വാൽവ് കിറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് ലെയ്ത്ത് വർക്ക് വന്ന കേസാണ്. ലെയ്ത്തിൽ കൊടുത്തേക്കാണ്. അത് കിട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ എയർ ഫിൽറ്റർ, അതേപോലെ തന്നെ എഞ്ചിനകത്ത് തന്നെ ഓയിൽ സീൽ ഐറ്റംസ്, എഞ്ചിൻ ഓയിൽ, ഗിയർ ഓയിൽ അടക്കം എല്ലാം മാറ്റിയിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ പാർട്സുകൾ മാറ്റി ചെയ്യണത് കൊണ്ട് തന്നെ നമ്മൾ പ്രോ വാറണ്ടിയിലാണ് ചെയ്യണത്. ഷോപ്പ് വാറണ്ടി, അതായത് 1 വർഷത്തെ വാറണ്ടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ അതിൻ്റെ വാറണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് വർക്ക് ആഫ്റ്റർ സർവീസ് ചെയ്യേണ്ടതെന്നുള്ള ദിവസം കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് കോൺടാക്റ്റ് ചെയ്തോളാം അല്ലേ. നാളെ വൈകിട്ടത്തേക്കൊക്കെ എടുക്കാവുന്ന രീതിയിലേക്കാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അതായത് ചൊവ്വാഴ്ച 17-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ.